CJPയുടെ പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങുമോ എന്നതാണ് ചോദ്യം. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഡൽഹിയിൽ നിന്നും. PR സുനിൽ, NTAയിൽ അഴിച്ചുപണി വന്നിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പ്രധാനമന്ത്രിക്ക് രാജ്യത്തോട് പറയേണ്ടി വന്നിരിക്കുന്നു, വിപ്ലവകരമായ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നു, കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. ഇന്ന് ചർച്ച ഏകദേശം പരാജയപ്പെട്ടു എന്നാണ്. പക്ഷേ അപ്പോഴും നാളെ വരെ സമയം ചോദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം അതിൽ മാത്രമാണ് ഉടക്കി നിൽക്കുന്നത്. ബാക്കി എല്ലാ കണ്ടീഷനും CJP മുന്നോട്ട് വെച്ചത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. കർഷക സമരത്തിനു ശേഷം ഇങ്ങനെ ഈ സമരം ചെയ്യുന്നവർക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങുന്നു എന്ന ലക്ഷണം വരുന്നത് ഇതാദ്യമാണ്. പക്ഷേ അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യകാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ NTAയിലെ 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആന്റി പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നു കേന്ദ്ര സർക്കാർ. കീഴടങ്ങുന്നതിന്റെ ലക്ഷണമാണോ PR സുനിൽ? കീഴടങ്ങുന്നതിന്റെ ലക്ഷണം തന്നെയാണ്. പക്ഷേ ഈ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. ആരെയൊക്കെയാണ് പിരിച്ചുവിട്ടത്? അവരുടെ പേര് വിവരം എന്താണ്? അവരെന്തൊക്കെ ചുമതലകളാണ് വഹിച്ചത്? അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. ഇനി ഈ ഉദ്യോഗസ്ഥർക്ക് ഈ പരീക്ഷ നടത്തുന്നതിന് നിർദ്ദേശം നൽകിയത് ആരാണ്? ഇത് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? ആ മേൽനോട്ടം വഹിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് ഈ വകുപ്പിൻ്റെ മന്ത്രിക്കായിരിക്കുമല്ലോ. ആ മന്ത്രിയുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാണല്ലോ. അദ്ദേഹമാണല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ആ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണല്ലോ ഈ വിദ്യാർത്ഥികൾ ഈ തെരുവിൽ കിടക്കുന്നത്. ഈ രാവും പകലുമില്ലാതെ മഴയും വെയിലും കൊണ്ട് ഈ കൊടും ചൂടിൽ അവർ ഈ ജന്തർ മന്ദറിലെ തെരുവിൽ കിടക്കുന്നത് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണല്ലോ. അപ്പോൾ ആ രാജി ആവശ്യപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ തെരുവിൽ കഴിയുമ്പോൾ ആ രാജി ആവശ്യപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി അവരെ അതിക്രൂരമായി ദില്ലി പോലീസ് മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നാണല്ലോ വരുന്ന വിവരം. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൻ്റെ വിവരങ്ങൾ വരുന്നു. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെക്കുന്നതിൻ്റെ RAF വെടിവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇന്ന് പുറത്തു വന്നു. അതിൻ്റെ ചിത്രങ്ങളടക്കം ഇന്ന് പുറത്തു വരികയാണ്. രാഹുൽ ഗാന്ധി, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിന് തെളിവായി പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചുള്ള വെടിയേറ്റ് പരിക്കേറ്റ ഒരു യുവാവിനെയും കൊണ്ടിന്ന് വാർത്താ സമ്മേളനം നടത്തി. അപ്പോൾ അത്രയും ക്രൂരമായിട്ടാണ് ഈ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തെ കേന്ദ്ര സർക്കാർ നേരിട്ടത്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് ഈ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ മുറിവുകൾ കൊണ്ട്, അതിൻ്റെ വേദനകൾ കൊണ്ട് അവരിപ്പോഴും ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം തുടരുകയാണ്. അപ്പോഴാണ് 47 ഉദ്യോഗസ്ഥരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം വരുന്നത്. വലിയ ചരിത്ര പ്രഖ്യാപനമായിട്ടാണ് എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത്. ഇതൊരു ചരിത്ര പ്രഖ്യാപനമാണോ? ഇത് വീഴ്ച പറ്റിയാൽ നടപടിയെടുക്കുക. ഇത് എപ്പോഴാണ് നടപടിയെടുക്കേണ്ടത്? ഇത് വീഴ്ച പറ്റിയ ഉടനെ നടപടിയെടുക്കേണ്ടി വരും. പക്ഷേ ഈ നടപടിയിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നു? എത്ര വിദ്യാർത്ഥികളുടെ ജീവൻ ബലികഴിക്കേണ്ടി വന്നു? നോക്കൂ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കുന്നു, 20-ലധികം വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുണ്ടായി. ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഈ 47 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പിരിച്ചുവിട്ടതിലൂടെ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ? അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, വിശ്വസിക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ, ഹിന്ദി ദിനപത്രങ്ങളൊക്കെ എഡിറ്റോറിയൽ എഴുതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അതല്ല എങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് വിദ്യാർത്ഥികളൊക്കെ ആവശ്യപ്പെടുന്നു. ഞാനിന്ന് ജന്തർ മന്ദറിലെ ഈ സമരവേദിയിലൂടെ, സമരപ്പന്തലിലൂടെ, സമരം നടക്കുന്ന ആ റോഡിലൂടെ നടന്നപ്പോൾ അവിടെ എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ പ്ലക്കാർഡുണ്ട്. ആ പ്ലക്കാർഡിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രമുണ്ട്. ആ ചിത്രത്തിന് കീഴിൽ എഴുതി വെച്ചിരിക്കുന്നത് രാജിവെക്കൂ, ഇറങ്ങിപ്പോകൂ, രാജിവെക്കൂ, പുറത്താക്കൂ എന്നാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഇവിടെ സമരം നടത്തുന്ന, ഈ സമരത്തിന് പിന്തുണ നൽകുന്ന, ഈ സമരത്തിനൊപ്പം നടക്കുന്ന എല്ലാവരുടെയും ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൻ്റെ പ്രാഥമികമല്ല, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാനെ അതേസമയം രാജിവെപ്പിക്കില്ല എന്നാണ് BJP പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ വിട്ട് ഒരു കളിയുമില്ല എന്നാണ് കേന്ദ്ര മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത്. ഇന്ന് CJPയുമായി ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രി JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരൊക്കെ തന്നെ നാളെ ഉച്ചവരെ സമയം ചോദിച്ചിരിക്കുകയാണ് CJP പ്രതിനിധികളോട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന അല്ലെങ്കിൽ രാജിവെപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകും എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അവിടെ തിരുത്തൽ വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ BJPക്ക് തിരുത്തൽ വരുത്തേണ്ടി വരും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് വലിയ തോതിൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും തിരിച്ചടിക്കാൻ പോവുകയാണ്.
തിരിച്ചടിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ പ്രതിഷേധ രംഗത്ത് കാണുന്ന വിദ്യാർത്ഥികളെ നോക്കിയാൽ അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വന്നിട്ടുള്ള വിദ്യാർത്ഥികളല്ല, അവരേതെങ്കിലും കൊടിയുടെ നിറം നോക്കി വന്നിട്ടുള്ള വിദ്യാർത്ഥികളല്ല. അവരെ കബളിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്വയം കബളിപ്പിക്കപ്പെടുന്നു എന്ന തോന്നലിൽ നിന്ന് ഇവിടെ സമരത്തിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവരെ തിരിച്ചറിയാൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നോക്കൂ, ഇവിടെ ഈ സമരത്തെ ഒരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനുള്ള ഒരു നീക്കം പ്രധാനമായും കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതാണ് ഇതൊരു പ്രതിപക്ഷ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന നിലയിലേക്ക് കേന്ദ്രമന്ത്രിമാരും BJPയും ഒക്കെ തന്നെ പറയുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഇവിടെ വിദ്യാർത്ഥികൾ തന്നെ ആവശ്യപ്പെടുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നത്. അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് CJPയുടെ അഭിജിത് ദീപ്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തൊക്കെ നടപ്പാക്കിയാലും ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നു, നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നു. ആ നിയമ ഭേദഗതിയിൽ പറയുന്നത് ചോദ്യപേപ്പർ ചോർത്തിയാൽ ഇനി 10 വർഷം കഠിന തടവും 10 കോടി രൂപ പിഴയും എന്ന് പറയുന്നു. നിലവിൽ തന്നെ നിയമമുണ്ടെന്ന് 2024 കൊണ്ടുവന്നിട്ടുള്ള നിയമം അനുസരിച്ച് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് പ്രകാരം തന്നെ നിലവിൽ 5 മുതൽ 10 വർഷം വരെ ശിക്ഷയുണ്ട്, 10 കോടി രൂപ വരെ പിഴ ചുമത്താം. അപ്പോൾ നിലവിൽ തന്നെ നിയമമുണ്ട്. നിയമം ഇല്ലാഞ്ഞിട്ടല്ല, നിയമം നടപ്പാക്കാത്തത് കൊണ്ടാണ്. നിയമം നടപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മന്ത്രി നിർവഹിച്ചില്ല എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി ഇരിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം യോഗ്യനായ ഒരുപാട് മേഖലകളുണ്ട്. അത് അദ്ദേഹം നല്ല തെരഞ്ഞെടുപ്പ് മാനേജറാണ്, അദ്ദേഹം നല്ല ഫണ്ട് മാനേജറാണ്, അദ്ദേഹം കോർപ്പറേറ്റുകളുമായി നല്ല അടുപ്പമുള്ള മാനേജറാണ്. നമുക്കറിയാലോ, ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഈ ഉജ്ജ്വല പദ്ധതിയൊക്കെ തന്നെ വളരെ ഭംഗിയായി നടപ്പാക്കിയ മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം മോദിക്കും അമിത്ഷായ്ക്കും അദ്ദേഹത്തിൻ്റെ വലം കൈയായി നിൽക്കുന്ന ഒരു നേതാവ് തന്നെ എവിടെ വേണം. കാരണം നമുക്കറിയാലോ NEP എങ്ങനെയാണ് നടപ്പാക്കുന്നത്, RSSന്റെ ഒരു വിദ്യാഭ്യാസ അജണ്ട തന്നെയാണ്, ആ അജണ്ടയാണ് നടപ്പാക്കിയത്. അപ്പോൾ അതിന് കറകളഞ്ഞൊരു RSSകാരൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇരിക്കണം എന്നുള്ളത് BJPയുടെ നയമായിരുന്നു. അങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാനിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് നടന്നിട്ടുള്ള പല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ചരട് വലിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ മാനേജർ, ഇലക്ഷൻ മാനേജർ ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെയൊക്കെ തിരക്കാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം നോക്കാനുള്ള സമയം തീരെയില്ലാത്തൊരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ഇതുപോലെയുള്ള വലിയ വീഴ്ചകൾ ഉണ്ടായത്. അവിടെ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം, ഇതൊന്നും ഈ ഒരു പ്രശ്നമല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം? ഇത് ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് വിദ്യാർത്ഥികൾ ആ നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രതിഷേധമാണ്. ഇത് പ്രതിപക്ഷം വലിയ വിഷയമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രതിഷേധമാണ്. ഇത് തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾക്ക് പുതിയൊരു രാഷ്ട്രീയ ഗ്രിപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്ന ഒരു മുന്നേറ്റം കൂടിയായി മാറുന്നുണ്ട്. അവിടെ കേന്ദ്ര സർക്കാരിന് തീർച്ചയായും നമ്മൾ മുൻപ് കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ കണ്ടതുപോലെ ഇവിടെയും കേന്ദ്ര സർക്കാരിന് കീഴടങ്ങേണ്ടി വരും. കീഴടങ്ങിയില്ല എങ്കിൽ ഇത് കീഴടക്കുന്ന ഒരു സമരമായി മാറാനുള്ള സാധ്യതയും ഞാൻ കാണും. താങ്ക് യു. Meet the editors.